ഹായ് മറ്റേ പറയാം മജീദ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെക്സ എന്ന കമ്പനിയുടെ കുറച്ച് ഫ്രോഗുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫ്രോഗുകളാണ്. ചേറുമീൻ നാടൻ ഒക്കെ പിടിക്കാവുന്ന ഫ്രോഗുകളാണ് വന്നിരിക്കുന്നത്. നല്ല കിടുക്കൻ ഫ്രോഗുകളാണ്. അപ്പോൾ ഇത് ഓരോന്നൊക്കെ പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാം. അതിന് മുന്നേ വേറൊരു ഇതുണ്ട പെക്സോടെ ഒരു ജേഴ്സിയും വന്നിട്ടുണ്ട്. നല്ല കിടിലിനൊരു ജേഴ്സി ഇതുണ്ട അടിപൊളി ജേഴ്സിയാണ്. അപ്പോൾ നമുക്ക് ഫ്രോഗൊക്കെ നിങ്ങളെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ മറ്റേ പറയാം നമ്മുടെ ഫസ്റ്റ് ഫ്രോഗ് പൊട്ടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ നല്ല കിടിലിനൊരു ഫ്രോഗാണ്. ഹൈനയുടെ ഫ്രോഗാണ്. ഹൈന ഇതുണ്ടോ അടിപൊളി ഒരു ഫ്രോഗാണ്. അപ്പോൾ നല്ല ചേറുമീനൊക്കെ പിടിക്കാൻ പറ്റിയ സാധനമാണ്. അതെന്ന് പറഞ്ഞാൽ 12.13 കാസ്റ്റിംഗ് വെയിറ്റ് ആട്ടോ. നല്ല കിടുക്കാച്ചി ഫ്രോഗാണ്. ഹുക്കപ്പൊക്കെ ഇരിക്കുന്നുണ്ടോ? അതിൻ്റെ 2 സ്പിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ചെറിയ സ്പിന്നർ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഫ്രോഗ് കൂടെ എടുത്തിട്ടുണ്ട്. ട്രാപ്പ് എന്നാണ് ഫ്രോഗിൻ്റെ പേര്. അപ്പോൾ അവനെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. എല്ലാ സ്പിന്നറുള്ള ഐറ്റം ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളാണ് വരുന്നിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ നല്ല കിടിലെ ഫ്രോഗുകൾ ഉണ്ടോ. അതും നല്ല അടിപൊളി സ്പിന്നറും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടോ ഹുക്കപ്പൊക്കെ ഉണ്ടോ, ഒരു രക്ഷയില്ല, മാരകമായിട്ട് സാധനമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് കാസ്റ്റിംഗ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 10.14 കാസ്റ്റിംഗ് വെയിറ്റ് ഒക്കെ ആട്ടോ. ഇങ്ങനെയാണ് അടിപൊളി ഫ്രോഗുകളാട്ടോ. ഇതും ചേറുമീനൊക്കെ പിടിക്കാൻ നാടനും അടിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഫ്രോഗും എടുത്തിട്ടുണ്ട്. നാടൻ വരാലൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഫ്രോഗാണ്. അതും നല്ല ചെറിയ ഫ്രോഗാട്ടോ. അത് 7.8 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ആട്ടോ. അപ്പോൾ അവനെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. എല്ലാം നല്ല അടിപൊളി ഫ്രോഗുകളാണ്. മൊത്തം ഹാൻഡ് മെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ട ചെറിയ ഫ്രോഗ് കണ്ട, റബ്ബർ ക്വാളിറ്റി കണ്ടോ, ഒരു കുഞ്ഞ് കണ്ടോ, ഒക്കെ കണ്ട ചെറുത്. അതിന് നല്ല സൗണ്ടും ഉണ്ടോ കേട്ടോ. അപ്പോൾ നാടനെ കണ്ട പറന്നടിക്കും അല്ല, അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഫ്രോഗ് എടുക്കുന്നത് ജൂപ്പിറ്റർ എന്നാണ് ഫ്രോഗിൻ്റെ പേര്. അപ്പോൾ ഇതും നാടനും ചേറുമീനൊക്കെ പിടിക്കാൻ പറ്റിയ ഐറ്റുള്ള ഫ്രോഗുകളാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതുണ്ട് ഈ ഫ്രോഗിന് ചെറിയൊരു വളവുണ്ട് കേട്ടോ. ചെറിയ സ്പിന്നറാണ് കേട്ടോ, തീരെ പൊടി. അപ്പം നാടനാണ് കേട്ടോ, അടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതുണ്ടോ അടിപൊളി ഫ്രോഗുകളാണ്. ഇതിൻ്റെ ഹുക്ക് കണ്ടോണം. കണ്ടോ റബ്ബർ എന്ന് പറഞ്ഞാൽ കാണിക്കാം. കണ്ടോ അടിപൊളി. ഇത് നല്ല സൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ നല്ല കിണ്ണൻ ജേഴ്സിയാണ്. അപ്പോൾ ഈ ഫ്രോഗൊക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു മീൻപിടുത്തം നടത്താം. അപ്പോൾ നേരെ ഞാൻ ഫിഷിങ്ങിനായിട്ട് പോകണം. ഓക്കെ, പെക്സോടെ ഫ്രോഗ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അല്ലേ മീനടി ഇപ്പോൾ വളരെ മടുപ്പാണ്. ഇപ്പോൾ വെള്ളമൊക്കെ തന്നെ ചള്ളായി തുടങ്ങിക്കൊണ്ട് എന്തായാലും പല പല സ്പോട്ടിലൊക്കെ ഒന്ന് പോകേണ്ടി വരും മീനടിക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതാ പറയാം, അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നടന്ന് കുറച്ചൊക്കെ കയറി നേരെ അവിടെ ചെന്നാൽ മാത്രം നമുക്ക് മീനടി തുടങ്ങാൻ പറ്റുള്ളൂ. എന്നാലും ഈ സൈഡ് വഴിയൊക്കെ അങ്ങോട്ടൊന്ന് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ഒന്ന് പോയത് ചെറിയ ചാലൊക്കെയാണ്. ഈ ചാലിലൊക്കെ ചുമ്മാ എറിഞ്ഞെറിഞ്ഞ് അങ്ങോട്ടങ്ങ് പോകാം. ഓക്കെ, തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവരും വെച്ചാണ് ചെയ്യുന്നത് കാസ്റ്റ് ചെയ്യാൻ നമ്മളെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിക്കുമോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ ആക്ഷനൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അടിപൊളി ഫ്രോ ആട്ടോ വെച്ചാൽ. സ്പിന്നറിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്ന തരത്തില്ല ഉണ്ടോ. നല്ല ആക്ഷനോട് കൂടിയാണ് വന്നത് ഉണ്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്തെങ്കിലും കയറുമെന്ന്. വാവ്, അപ്പോൾ നമ്മുടെ ട്രാപ്പിൻ്റെ ഫ്രോഗിലൊരു മീനടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ കുഴപ്പമില്ലാത്തൊരു നാടൻ വര ചെറുമീനായിട്ടിരിക്കുന്നു. ഇതുണ്ടോ നമ്മുടെ ട്രാപ്പിൻ്റെ ഫ്രോ ഇരിക്കുന്നുണ്ട്. ഓ, ഇതാ തകർത്ത് വാരി അടിപൊളി. അത്യാവശ്യം ഒരു 3/4 കിലോ സൈസ് ഉണ്ട് കേട്ടോ. അയ്യോ റോഡ്. അപ്പോൾ പെക്സോടെ അടുത്തൊരു ഫ്രോ കൂടെ എടുത്തിട്ടുണ്ട്. നല്ല സൗണ്ടും. അപ്പോൾ നാടൻ വരാൽ കണ്ട പറന്നടിക്കും. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, വേണ്ട ഒരു നാളൻ കയറിയിട്ടുണ്ട്. നമ്മുടെ പെക്സോടെ ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്. കണ്ടോ
നല്ല അടിപൊളി ഒരു നാടൻ അവിടെ പറന്നടിക്കുമായിരുന്നു. എന്താണേലും കൊള്ളാം. ഇത് കണ്ടില്ലേ, മീനോടെ കയറിയിട്ടുണ്ട്. അപ്പം കൊള്ളാം, നല്ല അടിപൊളി മീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വീണ്ടും കാസ്റ്റ് ചെയ്യുകയാണ്. ഒന്ന് നോക്കാം. ആണ് അടുത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരെണ്ണോടെ കയറി വരുന്നുണ്ട് കേട്ടോ. ആയ് പുളി പോരെ. അപ്പോൾ വീണ്ടും തകർത്ത്. അപ്പോൾ അടുത്തതും കയറിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞില്ല, അപ്പോൾ എണ്ണം പറഞ്ഞ് രണ്ടാമത്തതും കയറിയിട്ടുണ്ട്. വീണ്ടും ഒരെണ്ണോടെ കയറിയിട്ടുണ്ട്. ചെറിയ സൈസാണ്, എന്നാലും കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. പുളി മോനെ. അപ്പോൾ നമ്മൾ ഒരെണ്ണോടെ കയറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും കാസ്റ്റിങ് ചെയ്യുകയാണ്. എന്നാലും എറിഞ്ഞ ഉടനെ അന്നേരം അടിക്കുകയാണ് ചെയ്തത്. ഓ അടുത്ത കയറി വരുന്നുണ്ട്. പുളി മോനാണ്ട് അടുത്ത കയറി, മൂന്നാമത്തെ കയറി, എണ്ണം പറഞ്ഞാൽ കയറി കേട്ടോ. അവിടെ അടുത്ത കേട്ടോ, കിടിലിൽ ഒരെണ്ണോടെ കയറിയിട്ടുണ്ട്. ആണ്ടേ മൂന്നാമത്തെ കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ സൈസ് കണ്ടോ. അപ്പം ഇപ്പം കിട്ടിയൊക്കെ ഒരെണ്ണോടെ കയറിയിട്ടുണ്ട്. അപ്പം 3 എണ്ണം അടിച്ചിട്ടുണ്ട്. ആ ഫ്രോഗിൽ തന്നെ പടപടാന്ന് അടിച്ചിരിക്കുന്നത്. പൊളിച്ചു മോനെ. അപ്പോൾ തകർക്കുകയാണ് വീണ്ടും. അപ്പം ആ സ്പോട്ടിൽ നിന്ന് 3 എണ്ണം കയറി. അപ്പോൾ വീണ്ടും എറിയുക കേട്ടോ. ഇവിടുന്ന് എവിടെ നിന്നെല്ലാം വീണ്ടും അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. എന്നാലും വെയിൽ താന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മീൻ അടിച്ച് തരുതരെ. സ്ട്രൈക്ക് ആണ്. അടുത്ത കയറിയിട്ടുണ്ട്. അയ്യോ വിട്ടുപോയി, പയ്യായിരുന്നു എടുത്തത്. അപ്പോൾ നമ്മളല്ലേ ഫ്രോഗ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൈന എന്നാണ് ഫ്രോഗിൻ്റെ പേര്. ഹുക്കെന്ന് പറഞ്ഞാൽ കിടിലെ ഹുക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ കൈ തൊട്ട് കാണിക്കാം. കേട്ടോ അതുപോലെ സ്പിന്നർ ഡബിൾ സ്പിന്നറാണ് കേട്ടോ. എല്ലാം ഡബിൾ സ്പിന്നറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്പിന്നർ നല്ലൊരു ഒടിവുണ്ട് കേട്ടോ. അതുണ്ടോ കേട്ടോ, അടിപൊളിയാണ്. അത് 12-13 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഒക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇവനെ വെച്ച് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, നമ്മുടെ ഫ്ലെക്സോടെ ഫ്രോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്ലെക്സോടെ ഫ്രോഗിലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നാടൻ വര അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹുക്ക് കയറിക്കുന്നുണ്ടോ. ഇവിടെ കൈന എന്നാണ് നമ്മുടെ ഫ്രോഗിൻ്റെ പേര്. കണ്ടോ നല്ല കിടിലിനൊരു നാടൻ വരലാണ്. അപ്പോൾ നമ്മളിവനെ റിലീസ് ചെയ്യുക കേട്ടോ. പോയി ഇങ്ങോട്ട് വളരട്ടെ. പട്ടക്കം പോക്കായിരുന്നു കേട്ടോ. ഏച്ചാവറേ, അപ്പോൾ നമുക്ക് കിട്ടിയ മീനായി കിടക്കുന്നത് കേട്ടോ. ചെറുമീനും നാടനും ഒക്കെ ആയി കിടക്കുന്നത്. അപ്പോൾ പെക്സോടെ ഫ്രോഗ് നല്ല കിടിലിനാണ്. അപ്പോൾ എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യുക. ഉണ്ടോ നല്ല കിടില മീൻ. ഓക്കേ, ഹായ് എന്താ പറയുക. അപ്പോൾ ഈ കൊച്ചു ഫിഷിംഗ് അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് 3-4 നാടനും ഒരു ചെറുമീനൊക്കെ അടിച്ചിട്ടാണ്. 3 സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടി. എന്നാലും 3-4 ഫ്രോഗ് സ്പോട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു. എന്താണ് ഫ്ലെക്സോടെ ഫ്രോഗ് നല്ല കിടില ഫ്രോഗാണ്, ഒരു രക്ഷയില്ല, മാറി കയറ്റ ഫ്രോഗുകളാണ്. എന്താണോ എല്ലാവരും മേടിച്ച് മീൻ പിടിക്കുക. എന്താണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്, അടിപൊളി ഫ്രോഗുകളാണ്. എറിഞ്ഞ എല്ലാ ഫ്രോഗിൽ തന്നെ എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.